എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. അതോടൊപ്പം തന്നെ ഞാനിന്ന് പറയുന്നത് നമ്മൾ മരണത്തിന് ശേഷം ചെയ്യുന്ന ചടങ്ങുകളെ കുറിച്ചാണ്. മരിച്ച ആളുകൾ പൂജ, അതേമാതിരി പാല്, വെണ്ണ, നെയ്യ്, റീത്ത്, മരിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അടിയന്തരം, സഞ്ചയനം, അങ്ങനെ കുറേ ആഘോഷങ്ങളായി മാറുകയാണ്. മരണം എന്തായാലും ഒരു ദുഃഖം തന്നെയാണ്. ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ് മരണം. മരണശേഷം നമ്മളത് ആഘോഷിക്കുന്നതിൽ ഒരു കാര്യമില്ല. അച്ഛൻ്റെ അമ്മയുടെ പിറന്നാളുകൾ, 80-ആം പിറന്നാളും 70-ആം പിറന്നാളും 75-ആം പിറന്നാളും അതൊക്കെ ആഘോഷിച്ച് അർമാദിച്ച് നമ്മളതൊരു ആഘോഷമാക്കി മാറ്റുകയാണെങ്കിൽ അത് ഗുഡ്, നല്ല കാര്യം, ഒരു സംശയമില്ല. പക്ഷെ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയുടെ മരണശേഷം 50,000 ആൾക്ക് ഞാൻ സദ്യ കൊടുത്തു, എന്ത് കാര്യമുണ്ട്? പാവങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവില്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. എനിക്ക് പണ്ട് തൊട്ടുണ്ട്, ഇപ്പോഴും ഞാൻ മരണാനന്തര ചടങ്ങുകൾക്ക് പോകുന്നുണ്ടെങ്കിലും മരിച്ചോടത്ത് പോവും. പക്ഷേ മരണത്തിൻ്റെ സഞ്ചയനം, അതേമാതിരി അടിയന്തരം, ഒരു ഭക്ഷണം, ചായ പോലും അവിടെ നിന്ന് കുടിക്കില്ല. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം എഴുതുക, യോജിപ്പില്ലെങ്കിലും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടായിരിക്കുക എന്ന് എൻ്റെ ഒരു ശക്തമായ ഒരു എതിർപ്പാണ്. മരണത്തിന് ശേഷം നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരു പൈസ ചിലവെങ്കിൽ ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാനും സ്നേഹത്തിൻ്റെ ഉപഹാരങ്ങളായി നമ്മൾ സമ്മാനങ്ങളും നമ്മുടെ ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ പോയി കണ്ട് ആൾക്ക് പെട്ടെന്ന് ആശ്വാസം വരുന്നത് വിഷ് ചെയ്യാന്നല്ലാണ്ട് നമ്മൾ മരിച്ചതിന് ശേഷം കുറേ കരഞ്ഞിട്ടോ റീത്ത് വെച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു.